നമസ്കാരം. എല്ലാവരും സുഖമായും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും അതെ സുഖമായിട്ടിരിക്കുവാണ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളായി കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അതുകൊണ്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. മാങ്ങ കണ്ടപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും, മാങ്ങ കൊണ്ടുള്ള എന്തോ ഒരു ഡിഷാണെന്ന്. അതെ, ഞാൻ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കി നോക്കാൻ പോവാണേ. പൊതുവെ എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന കറികളോട് ഒരു ഇച്ചിരി ഇഷ്ടക്കൂടുതലുണ്ട്. ഇതും തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാദ്യം കട്ട് ചെയ്തെടുക്കണം മാങ്ങ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി കുറച്ച് നേരം വെച്ചേക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോയ്സ് ഗ്രൂപ്പ് അങ്കമാലി മാങ്ങാക്കറിയും ബീഫ് കായിട്ട് വേവിച്ചതും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ച മാങ്ങാക്കറി എങ്ങനെ ഇരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. നാട്ടിലോട്ട് പോകുമ്പോൾ മാങ്ങാക്കറി പല ടൈപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ചൊരു മാങ്ങാക്കറി കഴിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ മാങ്ങാ കഷ്ണങ്ങൾ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അവർ നീളത്തിൽ കട്ട് ചെയ്യുന്നതാണ് കണ്ടത്. അതുകൊണ്ട് നീളത്തിൽ കട്ട് ചെയ്യാണ്. കുറച്ച് നാളായി കേട്ടോ ഈ മാങ്ങ മേടിച്ചിട്ട്. അപ്പോൾ ചീത്തയായോ? അപ്പോൾ നല്ല പുളിപ്പുള്ള മാങ്ങയാണ് അവർ ഉണ്ടാക്കിയത്. ഈ മാങ്ങയും നല്ല പുളിപ്പുണ്ട് കേട്ടോ. ഓണിയൻ, ഇഞ്ചി, പച്ചമുളക് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. കഷ്ണങ്ങളെല്ലാം വേവിക്കാനുള്ള പാത്രത്തിൽ തന്നെ ഇട്ടു. അതേലും ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, എല്ലാ ഉപ്പും കൂടെ ആകുമ്പോഴത്തേനും കറി അവസാനം കഴിക്കാൻ പറ്റാതാവുമോ. ഇനി ഇതിലൊരു ഇച്ചിരി റെഡ് ചില്ലി പൗഡർ അവർ ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഈ റെസിപ്പി ടേസ്റ്റി ആയിരിക്കാൻ കോക്കനട്ട് ഓയിലാണോ നല്ലതെന്ന് അറിയാൻ മേല. പക്ഷെ ഞാൻ കോക്കനട്ട് ഓയിൽ മേടിക്കാറില്ല. ഇതുവർ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. കൈ നീറുവാവും അറിയാൻ മേല. മുളക് പൊടിയും പച്ചമുളകും എല്ലാം ഉണ്ട്. എൻ്റെ കൈയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തായാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് വച്ചേക്കാം. എന്നിട്ട് തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് വേണം ഇത് വേവിക്കാനേ. തേങ്ങാപ്പാലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാം പാലൊഴിച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കണം. രണ്ടാം പാല് ഒഴിക്കാവേ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് കഷ്ണങ്ങളെല്ലാം അതിനകത്ത് ഇടുവാണേ. നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ, പച്ചമുളക്, ഇഞ്ചി, ഇപ്പോൾ മഞ്ഞളും ഉപ്പൊക്കെ പുരട്ടി വെച്ചിരുന്ന മാങ്ങാ കഷ്ണങ്ങളും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരണം. ഇതിനകത്ത് കിടന്നിട്ട് വേവിക്കാൻ വെച്ച എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുന്നത് വീഡിയോയിലില്ല, ഞാൻ മറന്നു പോയതാണ്. പക്ഷെ പിന്നീട് ഓർമ്മ വന്ന ഉടനെ തന്നെ ഞാൻ മല്ലിപ്പൊടി ചേർത്തായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഗ്രേവി ഇങ്ങനെ ഇത്രയും തിക്കായി വരുന്നത്. അപ്പം എന്തായാലും കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുവാണ്. തേങ്ങാപ്പാൽ ഇത് 1-ാം പാലാണ് കേട്ടോ. അതായത് വളരെ കട്ടി കൂടിയ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ മലയാളികൾക്കും അറിയാമെന്നുള്ളതാണ്, കറി ഒരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു.
നിർത്തുന്നു. ഇനി ഇതിൽ കടുകൊക്കെ പൊട്ടിച്ചിടണം. അപ്പോൾ അതൊന്ന് ചെയ്തിട്ടേച്ച് വരാവേ. ഇത് കടുകെല്ലാം പൊട്ടിച്ച് കറിയിലിട്ടിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളകും ഓണിയനും ഒക്കെ ഇട്ട് മൂപ്പിച്ചിട്ടാണ് കടുക് പൊട്ടിച്ചത്. പക്ഷേ ഞാൻ വേപ്പില ഇട്ടിട്ടില്ല കേട്ടോ, കറിവേപ്പില ഇട്ടിട്ടില്ല. കാരണം എൻ്റെ വേപ്പില മരം വളരെ ചെറുതാണ്. ഞാനതിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇച്ചിരി ഒന്ന് കോരി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ ഡിഷ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല. ഇതിന് തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റേ ഇല്ല കേട്ടോ. മല്ലിപ്പൊടി മറ്റുള്ള പൊടികളേക്കാൾ കുറച്ച് കൂടുതലാണ് ഇത് ചേർക്കുന്നത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, മറ്റുള്ള കറികളിൽ നിന്ന് ഇത് വ്യത്യസ്തമായി തോന്നുന്നതും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് തോന്നാത്തതും. ഞാൻ ഇതൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് കേട്ടോ. അതിലെ ബോയ്സ് എല്ലാം കൂടി ഈ അങ്കമാലി മാങ്ങാക്കറിയും കായിട്ട ബീഫും പിന്നെ ചോറും, അത് അവർ ചോറും കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറും മാങ്ങാക്കറിയും ബീഫും കൂടെ കഴിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് കൊതി വന്നിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. ഇത് ഇത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഒരു ഐഡിയയും എനിക്കുണ്ടായിരുന്നില്ല. അവരുടെ രണ്ടാമത്തെ റെസിപ്പി എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ബീഫ് അലർജി ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ അതും ട്രൈ ചെയ്ത് നോക്കിയേനെ. എന്തുവാണേലും സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായിട്ട് വേഗം വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. വീണ്ടും കാണും വരെ ബൈ.